കഴിഞ്ഞ ദിവസം അപ്പോൾ നമ്മൾ എങ്ങനെ ആഫ്റ്റർ എഫക്റ്റിൽ ട്രാക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരു ഫിക്സഡ് പൊസിഷനിൽ വെക്കാന്നുള്ളത് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാക്ക് ചെയ്ത് എങ്ങനെ നമുക്കൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. ആ എറർ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അതിനായിട്ട് നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു ഏതൊക്കെ ഷോട്ടാണോ വേണ്ടത്, നമ്മളിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ടൈം ലൈനിലേക്ക് ഇട്ട് കൊടുക്കുക. ടൈം ലൈനിലേക്ക് ഇടുമ്പോൾ ഇത് കണ്ട നമുക്ക് കമ്പോസിഷൻ മാച്ചിങ് അല്ല. അപ്പോൾ Ctrl+Alt+F ആക്കി കഴിഞ്ഞാൽ അത് കമ്പോസിഷനായിട്ട് മാച്ചിങ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എവിടെ തുടങ്ങിയാണോ വേണ്ടത് അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ഏതൊക്കെ പോർഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ട്രാക്കറിൽ ട്രാക്ക് ക്യാമറ എടുക്കുക. അപ്പോൾ ഇത് നമുക്കിവിടെ ക്യാമറ ട്രാക്കിംഗ് കാണിക്കും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഫക്ട് കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഓരോ ഫ്രെയിമും, നമ്മുടെ വീഡിയോയുടെ ഓരോ ഫ്രെയിമും നമുക്ക് അവിടെ ട്രാക്ക് ചെയ്യണത് കാണാൻ പറ്റും. അങ്ങനെ ട്രാക്ക് ചെയ്ത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ട്രാക്കിംഗ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ട്രാക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഇററിൻ്റെ കാര്യം. കണ്ടോ, നമുക്ക് ഇവിടെ കമ്പോസിഷനും അതുപോലെ തന്നെ വീഡിയോയുടെ കമ്പോസിഷനും വീഡിയോയും തമ്മിൽ മാച്ചിങ് അല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നേക്കണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ആദ്യം നോക്കാം. അതിനായിട്ട് മുകളിൽ കമ്പോസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കമ്പോസിഷൻ സെറ്റിംഗ് എടുക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ടാവും. അതിൽ ഹൈറ്റ് വിഡ്ത്ത് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മുടെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഹൈറ്റും ഇത് ഓക്കെ ആയിക്കോളും. അതിനുശേഷം താഴെ FPS ഫ്രെയിം റേറ്റ് ഉണ്ട്. ഫ്രെയിം റേറ്റ് എത്രയും നോക്കുക. അത് നമ്മൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള പോലെ സെയിം ആക്കി കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പോസിഷനും വീഡിയോയുടെ ഇതും തമ്മിൽ സെയിമാവും, മാച്ചിങ് ആവും. അതിനുശേഷം നമ്മൾ വീണ്ടും വീഡിയോ സെലക്ട് ചെയ്തിട്ട് ട്രാക്ക് ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതുപോലെ നമ്മുടെ വീഡിയോ അനലൈസ് ചെയ്യും. നമ്മൾ ഓരോ ഫ്രെയിമുകളും അനലൈസ് ചെയ്ത് ഞാനിവിടെ 3D ഒബ്ജക്റ്റാണ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 3D ഒബ്ജക്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതിൽ നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് 3D മോഡൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ട സ്കെച്ച് ഫാബ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇത് എടുക്കുക. ഇത് ഫുൾ ഫ്രീ ആണ്. ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഒബ്ജക്റ്റും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കാറിന് അടിച്ചു കഴിയുമ്പോൾ കാറിൻ്റെ കുറേ 3D ഒബ്ജക്റ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു ടൊയോട്ടാന്ന് അടിച്ചു. ഇപ്പോൾ നമുക്ക് ടൊയോട്ടയുടെ വണ്ടികളുടെയൊക്കെ 3D മോഡൽസ് വന്നു. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു 2 കാറുകളുടെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ GLB ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ട്രാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ട്രാക്കിംഗ് കഴിഞ്ഞ് നമ്മുടെ ട്രാക്കിംഗ് പോയിന്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടാർഗറ്റ് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാക്കിംഗ് പോയിന്റ് എവിടെയൊക്കെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒരു പോർഷൻ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് അവിടെ ഇപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ക്രിയേറ്റ് സോളിഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സോളിഡ് ആൻഡ് ക്യാമറ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു സോളിഡ് ക്രിയേറ്റ് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നീങ്ങിയിട്ട് വേറൊരു പോർഷൻ കൂടി നമ്മൾ സെലക്ട് ചെയ്യണം. അതിനെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് നമ്മൾ വീണ്ടും ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ട്രാക്ക് എഫക്ട് കൺട്രോളുമ്പോൾ ട്രാക്കിംഗ് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ട്രാക്കിംഗ് പോയിന്റ് വരും. എന്നിട്ട് നമ്മൾ അടുത്തൊരു ട്രാക്കിംഗ് പോയിന്റ് സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ ക്രിയേറ്റ് സോളിഡ് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു സോളിഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ 2 ഒബ്ജക്റ്റില്ല 2 കാറിന്റെ 3D അത് നമ്മൾ ഫയല് ഇമ്പോർട്ടിൽ അത് എവിടെയാണോ കിട്ടിയതാണ് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആദ്യം ഏതാണ് ആഡ് ചെയ്യേണ്ടത് അത് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ സോളിഡിന്റെ മുകളിലേക്ക് ടൈം ലൈനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കണ്ടോ ഇവിടെ അത് വരും. എന്നിട്ട് നമ്മൾ നേരെ സോളിഡിന്റെ ട്രാൻസ്ഫോം എടുത്തിട്ട് അതിൽ പൊസിഷൻ കോപ്പി ചെയ്തിട്ട് ഈ 3D ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സോളിഡ് എവിടെയാണോ അവിടേക്ക് അത് ഓട്ടോമാറ്റിക്കലി വരും. വന്നതിന് ശേഷം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 3D ലെയർ ആക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ഒരു കൺട്രോൾ പോയിന്റ് കിട്ടുക. നമുക്കിതിൽ നമുക്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാം, എങ്ങനെ മീൻസ് ഏത് രീതിക്ക് വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് 3D മോഡലിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലെവലിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ഇത് കൊണ്ടുവന്ന് അടുത്ത സോളിഡിന്റെ മുകളിലേക്ക് അടുത്ത 3D ഒബ്ജക്റ്റ് ഇട്ട് അടുത്ത കാറിന്റെ ഒരു ഇത് ഇട്ടിട്ട് സെയിം പോലെ തന്നെ ട്രാൻസ്ഫോമിൽ പോയിട്ട് പൊസിഷൻ കോപ്പി ചെയ്തിട്ട് ഒബ്ജക്റ്റിന്റെ പൊസിഷനിലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അവിടെയും വരും. എന്നിട്ട് നമുക്ക് ഏത് രീതിക്കാണോ വെക്കേണ്ടത് അത് സൈസും കാര്യങ്ങളും പൊസിഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് അതും അവിടെ വെക്കാൻ പറ്റും. അപ്പോൾ അത് 2 ഓരോ ട്രാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 2 ഒബ്ജക്റ്റ് നമ്മൾ വെച്ച രീതിക്ക് തന്നെ നമ്മൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അനിമേഷനൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അനിമേഷൻ ആഡ് ചെയ്യാനായിട്ട് സിമ്പിളാണ്.
ഞാൻ ഇപ്പോൾ ഒരു സിമ്പിൾ അനിമേഷൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ 3D കാറിന്റെ ഫസ്റ്റത്തെ കാറിന്റെ ഇതെടുത്തിട്ട് ട്രാൻസ്ഫോമിൽ പൊസിഷനും അതുപോലെ പൊസിഷൻ നമ്മൾ കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. ഒരു കുറച്ചൊന്ന് നീക്കിയിട്ട് കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നേരെ അത് നേരെ പൊസിഷൻ നമുക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കീ ഫ്രെയിമിൽ എത്തുമ്പോൾ നമ്മുടെ എവിടെയാണോ നമ്മൾ വെച്ച് ആ ഒരു പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ അതൊരു അനിമേഷനായി. എന്നിട്ട് ആ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 ഞെക്കി കൊടുക്കുക. അപ്പോൾ അത് ഈസീസ് ആവും. അപ്പോൾ നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് കുറച്ച് സ്മൂത്ത് ആവും. അതിനുശേഷം അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആ ഒബ്ജക്റ്റിനും നമുക്ക് ഇതുപോലെ അനിമേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു VFX എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ VFXന്റെ കുറേ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോളോ ചെയ്തിട്ട് DM അയച്ചു കഴിഞ്ഞാൽ ഞാൻ VFXന്റെ ഡ്രൈവ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നമുക്കിത് അതുപോലെ VFXും ഇതുപോലെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അതും നമ്മൾ VFX റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് 3D ആക്കുക. 3D ആക്കിയതിന് ശേഷം നമ്മുടെ സോളിഡിൻ്റെ അതേ പൊസിഷൻ കോപ്പി ചെയ്തിട്ട് VFXലും പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ അനിമേഷൻ ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിക്കണുള്ളൂ. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം എടുത്ത് ആ ഒരു കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ VFXും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ നമുക്ക് അനിമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കണ്ടോ നമുക്കപ്പോൾ ഇതുപോലെ വന്നു. ഞാനപ്പോൾ ഫസ്റ്റത്തെ മുകളിൽ നിന്ന് വന്നതും രണ്ടാമത്തെ സൈഡിൽ നിന്ന് വന്നതായിട്ടും ഒരു VFX ആഡ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു. ഇതുപോലെ നമുക്ക് ടൈം എടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് VFXും അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റൊക്കെ ട്രാക്ക് ചെയ്ത് നമുക്കൊരു വീഡിയോയിലേക്ക് ആക്കി വീഡിയോ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് ഇതുപോലെ ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി വരും ദിവസങ്ങളിൽ ഓരോരോ ട്യൂട്ടോറിയലായിട്ട് ഞാൻ ഇടുന്നതാണ്.